പ്രതിപക്ഷ പോരാട്ടം ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ എന്ന് രാഹുൽ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. മോഹൻ ഭാഗവതിന്റെ പരാമർശം രാജ്യദ്രോഹപരമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മോഹൻ ഭാഗവത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യപ്പെട്ടേനെ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് RSS മേധാവിയുടെ പരാമർശത്തിനെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഒരു പ്രത്യേക സമയത്താണ് നമുക്ക് പുതിയ ആസ്ഥാനം ലഭിക്കുന്നത്. 1947 ഇന്ത്യ ഒരിക്കലും സ്വാതന്ത്ര്യം നേടിയിട്ടില്ലെന്ന് RSS മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തികച്ചും പ്രതീകാത്മകമാണെന്ന് താൻ കരുതുന്നു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും ഭരണഘടന നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ലെന്നും മോഹൻ ഭാഗവത് പറയുന്നുവെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. RSS പ്രത്യയശാസ്ത്രത്തോടുള്ള നമ്മളുടെ പോരാട്ടം ന്യായമായ പോരാട്ടമാണെന്ന് ആരും കരുതരുത്. ഇതിൽ ഒരു ന്യായവുമില്ല. നമ്മൾ പോരാടുന്നത് BJP എന്ന രാഷ്ട്രീയ സംഘടനയ്ക്കെതിരെയാണ്, RSSനെതിരാണ്. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. BJPയും RSSും ചേർന്ന് രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളെയും പിടിച്ചെടുത്തു. പോരാട്ടം BJPക്കെതിരെയാണ്, RSSനെതിരെയാണ്, ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ്, രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പിന്നാലെ രാഹുലിന്റെ പ്രസ്താവനയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് BJP രംഗത്തെത്തി. കോൺഗ്രസിന്റെ തനി നിറം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ തുറന്നടിച്ചു. രാജ്യത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതിന് രാഹുൽ ഗാന്ധിയെ താൻ അഭിനന്ദിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിക്ക് അർബൻ നക്സലുകളുമായും ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ശക്തികളുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷം ഇന്ത്യക്കെതിരെയാണ് പോരാടുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി പിന്നെ എന്തിനാണ് ഭരണഘടനയുടെ പകർപ്പ് കയ്യിൽ വച്ചിരിക്കുന്നത് എന്നായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതികരിച്ചത്.